നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്റ്റോക്കിലല്ല, പിന്നെ എവിടെയാണെന്നല്ലേ എല്ലാവരുടെയും സംശയമാണ്. നമ്മൾ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ ഇക്വിറ്റി സ്വിംഗ്സിൽ, ഇൻട്രാഡേയിൽ, ലോങ് ടേമിലോ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോ മാസം ഓരോ രീതി വരാം. നിങ്ങൾക്ക് ഒരു മാസം പ്രോഫിറ്റ് ആവാം, ഒരു മാസം ലോസ് ആവാം, ചില മാസങ്ങളിൽ ബ്രേക്ക് ഈവൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് എക്സീഡ് ചെയ്ത് പോവാം. അപ്പം ഈ പറയുന്ന എല്ലാ മാസങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങളും ചെലവുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഒരു എക്സീഡ് ചെയ്ത് ലോസ് പോയാൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് വിൽക്കണം എന്നുള്ള മൈൻഡിൽ നിങ്ങൾക്ക് വരും. അങ്ങനെ നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം ബാക്കിയുള്ള ക്യാപിറ്റലിൽ ലോസ് വരുത്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോഴാണ് നമ്മുടെ എമർജൻസി ഫണ്ട് എപ്പോഴും മാറ്റി വെക്കുന്നത്. അത് നമുക്കൊരു പേഴ്സണൽ ഇഷ്യൂ ആണ്, ഒരു ഫാമിലി ഇഷ്യൂ ആണ്, ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വരാം, ഒരു ഹോസ്പിറ്റൽ കേസ് വരാം. അപ്പൊ അതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. ഇതൊന്നും നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡിനെ, നമ്മുടെ മെന്റാലിറ്റി അഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുന്ന, അല്ലെങ്കിൽ ട്രേഡിനോട് ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഒരു എമർജൻസി ഫണ്ട്, ഇപ്പോൾ എനിക്ക് ലോസ് വന്ന് പോയാലും എനിക്ക്